ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട നടക്കാൻ പോകുന്ന ഒരു ടൂർണമെൻറ്റാണ് 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരങ്ങൾ. ഈ ഒരു മാസം തന്നെ 2 കളികളാണ് നമ്മൾ കളിക്കാനുള്ളത്. ഒരു ഹോം മത്സരം, ഒരു ഹെവേ മത്സരം. 2 കളിയും നമ്മൾ അഫ്ഗാനിസ്ഥാനെതിരെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം തന്നെയാണ്. പക്ഷേ അവരെ മോശമാണ് വെച്ച് എഴുതി തള്ളാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അത് ഞാൻ ലാസ്റ്റേക്ക് പറയാം. അപ്പോൾ അവരുടെ കോച്ചായിട്ട് വരുന്നത് ഇപ്പോൾ കറൻ്റ്ലി കോച്ചായിട്ട് വരുന്നത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കോച്ചാണ്. 2023 പറഞ്ഞ ഈ ഒരു വർഷം തന്നെ അവർ രണ്ടാമത്തെ കോച്ചിനാണ് നിയമിക്കുന്നത്. ഇതിനു മുമ്പ് അബ്ദുള്ള അൽ മുത്തഹിരി എന്ന് പറയുന്ന ഒരു കുവൈത്തി മാനേജറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കളികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തോ ചെറിയ കാരണങ്ങളെ കൊണ്ട് തന്നെ അത് മാറി. പിന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിശീലകനാണ് ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കോച്ചിനെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും ഭയപ്പെടണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സകലതും അത്യാവശ്യത്തും നന്നായിട്ട് അറിയുന്ന ഒരു കോച്ച് തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ പ്ലേയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ലോണം അറിയുന്ന ഒരു കോച്ച് തന്നെയാണ്. കാരണം 2018 ATKൻ്റെ ഇവിടുത്തെ കോച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 2021-22 കാലഘട്ടത്തിൽ റൗണ്ട് ക്ലാസ് പഞ്ചാബിൻ്റെ കോച്ചായിട്ടും അദ്ദേഹം ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ മാനേജറായിട്ട് പൊസിഷൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കോച്ചിൻ്റെ കീഴിൽ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം ഖത്തറിനെതിരായാലും കുവൈത്തിനെതിരായാലും വലിയ ഹ്യൂമിലേഷൻ തന്നെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 8 ഗോളും 4 ഗോളും ഒക്കെ, കുവൈത്തിനെതിരെ 4 ഗോളും ഖത്തറിനെതിരെ 8 ഗോളും അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഈ ഒരു കോച്ചിനെ ഭയക്കണം എന്നുള്ളത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിൻ്റെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ അവർ ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചില്ല. AFC ഏഷ്യൻ കപ്പും അവർ ഇതുവരെ കളിച്ചിട്ടുള്ള സാഫ് കപ്പാണ്. 7 പ്രാവശ്യം അവർ സാഫ് കപ്പ് കളിച്ചു. അതിൽ 2013 അവർ ഒരു തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്നതാണ്. പിന്നെ അവർ മാറി കഫ കോൺഫറൻസിലേക്ക് അവർ മാറി. ഈ ഒരു വർഷം അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ്. ഇവരുടെ കറൻ്റ്ലി ഫിഫ റാങ്കിങ് വരുന്നത് 158 ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്ലെയർ ഫർഷാദ് നൂർ എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹത്തിനെ വളരെയധികം നമ്മൾ ഭയക്കണം എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഒരു ഒറിജിൻ പ്ലെയറാണ്. ഇദ്ദേഹം നെതർലാൻഡിൽ ജനിച്ച് വളർന്നിട്ടുള്ള, അവിടുത്തെ അക്കാദമിയിൽ കളിച്ച് വളർന്നിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ നമ്മൾ നല്ല രീതിയിൽ ഭയക്കണം എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം സിംഗപ്പൂരത്തെ പ്രീമിയർ ലീഗിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്ലെയറാണ് ഹുസൈൻ സമാനി എന്ന് പറയുന്ന ഒരു ഫോർവേഡ്. ഇദ്ദേഹത്തിനെയും ഭയക്കണം എന്ന് ചോദിച്ചാൽ നല്ല ഭയക്കണം എന്നുള്ളത് തന്നെ. കാരണം ഇദ്ദേഹം 2021 അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. 5 കളികളിൽ നിന്ന് 2 ഗോൾ ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം, ഇദ്ദേഹത്തിന് ഇപ്പോൾ 21 വയസ്സ് മാത്രമായിട്ടേ ഉള്ളൂ. അദ്ദേഹം നല്ല ഒരു ഫോമിലാണ് ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് നമുക്കറിയാം അജാസ് എന്ന ഫുട്ബോൾ ടീം അറിയാം, നിരവധി നല്ല നല്ല പ്ലേയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ടീമാണ് ഈ അജാസ്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ യൂത്ത് ലെവലിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇദ്ദേഹം കളി പഠിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പ്ലെയർ എന്ന് പറയുന്നത് ഒമ്രാൻ ഇലിയാദ്രി എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ്. ഇദ്ദേഹം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തരക്കേടില്ലാത്ത കളി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ പ്ലെയർ തന്നെയാണ്. ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജിയൻ പ്രീമിയർ ലീഗിലാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിലെ ലാസ്റ്റ് 5 മാച്ച് നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങൾ അവർ വിജയിച്ചു, 3 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നത് മംഗോളിയ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിനോട് മാത്രമായിരുന്നു. ബാക്കിയുള്ള 3 കളികളും അവർ വലിയ ഗോൾ സ്കോറിൽ തന്നെ പരാജയപ്പെട്ടിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ ഇതുവരെ ഹെഡ് മാച്ച് നടന്നിട്ടുള്ളത് 11 പ്രാവശ്യമാണ്. അതിൽ 7 പ്രാവശ്യം നമ്മൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. 3 പ്രാവശ്യം ഡ്രോ ആയി, 1 പ്രാവശ്യം മാത്രമാണ് നമ്മൾ അവർക്കെതിരെ പരാജയപ്പെട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെയാണ് മുൻതൂക്കം കിട്ടുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം, കുറച്ച് പരിതാപകരമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിൻ്റെ കാര്യം കുറച്ച് ഒരു മെച്ചത്തിലാണ് എന്നുള്ളതാണ്. അത് എന്താണ് എന്നുള്ളതാണ് ഇനി നാം പറയാൻ പോകുന്നത്. ഈ ഒരു 8 ഗോളിനും 4 ഗോളിനും ഒക്കെ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ട സമയത്ത് അവരുടെ നിരവധി പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവരുടെ ഫോറിൻ ആയിട്ടുള്ള പ്ലേയേഴ്സും OCI പ്ലേയേഴ്സും ഒന്നും കളിച്ച് അവരുടെ ഒറിജിൻ പ്ലേയേഴ്സ് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നിരവധി പ്ലേയേഴ്സ് ഉണ്ട് അങ്ങനത്തെ, അവരൊന്ന് അത് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീം വളരെ വീക്കായിട്ടുള്ള ഒരു ടീമുമായിട്ടായിരുന്നു കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾ വരുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ പ്ലേയേഴ്സും അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് നമുക്ക് ആകെ
6 ദിവസത്തെ ഒരു ക്യാമ്പാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി കിട്ടാൻ പോകുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയല്ല. സൗദി അറേബ്യയെ വെച്ച് ഇപ്പോൾ തന്നെ അവർ ഒരു വൺ മന്തിന് മേലെയുള്ള ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഒരു 2 ഗോളിനെങ്കിലും വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടമായിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വിജയം നിർബന്ധമാണ്. എന്നിട്ട് ഹോം മത്സരം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മത്സരം വരുന്ന സമയത്ത് നമ്മൾ വലിയ ഗോൾ സ്കോറിൽ വിജയിച്ച് കയറുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരം കഴിഞ്ഞ് റൗണ്ട് 3ലേക്ക് എത്താൻ കഴിയും. അഫ്ഗാനിസ്ഥാനെതിരെ 2 മത്സരം നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.